ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിൽ കടൽ കയറി ഒട്ടേറെ വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. കൊച്ചി സിറ്റി എയർ ക്യാമ്പിൽ മരമൊടിഞ്ഞു വീണ് കെട്ടിടത്തിന് കേടുപാടുകളുണ്ടായി. നായരമ്പലത്ത് വെള്ളയത്താംപറമ്പ് ബീച്ചിൽ കടൽ കയറി സ്കൂൾ വാഹനം താഴ്ന്നു പോകുന്ന സ്ഥിതിയുമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ബൈക്കും കാറും സ്കൂട്ടറൊക്കെ വെള്ളത്തിലാണ്. മുൻകരുതലായി ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ഇത് കണ്ടോ, ഒരു അരഭിത്തി കെട്ടി ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കും കംപ്ലീറ്റ്. ഇതുണ്ട, ഈ വീട്ടിൽ വെള്ളം നല്ല മനോഹരമായ പടിപ്പുരയൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമകത്തേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കും. സൈക്കിള് മറിഞ്ഞു വീണ് പൊക്കി നടന്നിട്ട് കയറുന്നില്ല. ഭയങ്കര ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ചെല്ലാനത്തുമല്ല, നമ്മൾ എല്ലാ മഴക്കാലത്തും ഈ ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ വലിയ ദുരിതങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ ടെട്രാപോഡൊക്കെ വന്നപ്പോൾ കുറേ ഭാഗങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും ദുരിതങ്ങൾ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇത് കൃത്യമായി എത്ര കിലോമീറ്ററോളം പ്രദേശത്ത് ഈ പ്രശ്നമുണ്ട്? ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലാണ് പ്രധാനമായിട്ടും പ്രശ്നമുള്ളത്. അവിടെ ഈ കടൽ ഇരച്ചു കയറി പല വീടുകളിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു അവസ്ഥയും ബുദ്ധിമുട്ടിലുമാണ് അവർ. കാരണം ഈ തീരദേശ മേഖലയിൽ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കടലാക്രമണം നിലനിൽക്കുകയാണ്. വൈപ്പിൻ ഉൾപ്പെടെയുള്ള മേഖലകളിലും കടലാക്രമണമുണ്ട്. നേരത്തെ ടെട്രാപോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇട്ട മേഖലയിൽ അവിടെ ആശ്വാസകരമാണ് ഒരുവിധം കാര്യങ്ങൾ. പക്ഷേ അതിനല്ലാത്ത മേഖലയും ഒട്ടനവധിയുണ്ട്. അവിടെ അത്തരം കാര്യങ്ങൾ ഇനിയും ഏർപ്പാടാക്കാനുണ്ട്. പക്ഷേ അതില്ലാത്തതിന്റെ ഒരു പ്രശ്നം ഈ നിലവിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റ്, അതിന്റെ ഭാഗമായി വലിയ ഉയർന്ന തിരമാലകൾ, ഇതൊക്കെ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇതിനിടെ മരം ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നതും ഏറി വരുന്നു. നഗരത്തിൽ എയർ ക്യാമ്പിൽ മരം ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മലയോര മേഖലകളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവിടെയും ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ മഴക്കെടുതി രൂക്ഷമാണ്. ഈ മരം ഒടിഞ്ഞു വീണ് മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഏറുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പല മേഖലകളിലും, ജില്ലയിലെ പല മേഖലകളിലും മഴ നിലനിൽക്കുകയാണ്. മഴ വീണ്ടും ഇത്തരത്തിൽ തുടർന്നാൽ, നേരത്തെ ഈ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ വെള്ളക്കെട്ട് വലിയ തോതിൽ ഉണ്ടാകുമായിരുന്നു നഗരത്തിലൊക്കെ തന്നെ. അത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴയില്ല. പക്ഷേ മഴ വിടാതെ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുന്നു. എന്തായാലും തീരമേഖലയിലും മലയോര മേഖലകളിലുമാണ് കൂടുതൽ പ്രതിസന്ധി ഉള്ളത്.